അല്ല, ഈ മഹാദേവനെ എന്തിനാ കൊന്നേ? വെറും 10 ഗ്രാമിന്റെ മാലയ്ക്ക് വേണ്ടി. കഷ്ടം, 19 വർഷമായില്ലേ? 19 വർഷത്തിന് ശേഷമാണ് പ്രതിയെ പിടികൂടുന്നത്, ആ സത്യം തെളിയുന്നത്. ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. കുഴിച്ചുമൂടപ്പെട്ട സത്യങ്ങൾ, ഒളിച്ചുവെച്ച രഹസ്യങ്ങൾ രണ്ടും ഒരു നാൾ പുറത്തു വരും എന്ന് ഓർമ്മപ്പെടുത്തുന്ന റിപ്പോർട്ടുകളുമായി ക്രൈംബ്രാഞ്ച് ആരംഭിക്കുന്നു. ചുരുളഴിഞ്ഞ ചില രഹസ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആദ്യം കൊല്ലത്തു നിന്നുള്ള വാർത്ത. പുനലൂർ വിളക്കുവട്ടം സ്വദേശി സദാശിവന്റെ ഘാതകനെ 6 വർഷത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. കുന്നുംപുറത്ത് ഹനീഫയുടെ മകൻ ബിജുവാണ് പിടിയിലായത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് സദാശിവനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. റിപ്പോർട്ട് നമ്പർ 1. നവംബർ 1 സദാശിവന്റെ മൃതദേഹം വീട്ടിലെ അടുക്കളയിൽ കണ്ടെത്തിയത്. തുടർന്ന് സഹോദരൻ സുഗതൻ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പുനലൂർ പോലീസ് അന്വേഷണം നടത്തുകയും മരണം അസ്വാഭാവികമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കേസിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് സദാശിവന്റെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത്. ഈ സംഭവം നടന്നതിന് ശേഷം ഇന്ന് ഈ 2011 ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. അതുവരെ ഇതൊരു അസ്വാഭാവിക മരണം എന്നുള്ള നിലയിലാണ് അന്വേഷണം നടത്തുന്നത്. പിടിയിലായ ബിജുവിന്റെ സഹോദരിയുടെ മകളെ സദാശിവൻ അസഭ്യം പറഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടാകുകയും ഇരുവരും തമ്മിൽ വൈരാഗ്യം നിലനിൽക്കുകയും ചെയ്തിരുന്നു. സംഭവ ദിവസം ഇരുവരും സുഭാഷ്, ശശിധരൻ എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം സദാശിവന്റെ വീട്ടിൽ തന്നെ മദ്യപിക്കാൻ ഒത്തുകൂടി. പിന്നീട് ഇവർ പലവഴി പിരിഞ്ഞെങ്കിലും ബിജു തിരിച്ചെത്തുകയായിരുന്നു. വീടിന് സമീപത്തെ ഇടവഴിയിൽ നിന്ന് ബിജുവും സദാശിവനും വാക്കേറ്റമുണ്ടാവുകയും വീട്ടിലേക്ക് അതിക്രമിച്ചു കടന്ന ബിജു സദാശിവനെ മർദ്ദിക്കുകയുമായിരുന്നു. തലപിടിച്ച് ബലമായി ഭിത്തിയിലിടിച്ചതിന്റെ ഫലമായുണ്ടായ മാരക ക്ഷതമേറ്റാണ് സദാശിവൻ കൊല്ലപ്പെട്ടത്. സദാശിവന്റെ ദേഹത്ത് കണ്ടെത്തിയ 32ലധികം മുറിവുകൾ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലെത്താൻ പോലീസിന് സഹായകരമായിരുന്നു. പിടിയിലായ പ്രതി ബിജു കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാർഡംഗത്തെ MLA ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതായി പരാതി. കോഴിക്കോട് പുതുപ്പാടിയിലാണ് സംഭവം. EMS പദ്ധതി പ്രകാരം പുതുപ്പാടി സ്വദേശി അബൂബക്കർ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടിയിലെത്തിയതായിരുന്നു MLA. വയൽ നികത്തുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഭവങ്ങൾക്ക് തുടക്കം. റവന്യൂ രേഖകളിൽ വയൽ നികത്തൽ എന്ന് രേഖപ്പെടുത്തിയ കോഴിക്കോട് പുഴങ്കുന്ന് വയലിലെ വീട് നിർമ്മാണം നേരത്തെ വില്ലേജ് ഓഫീസറുടെ ഉത്തരവ് പ്രകാരം നിർത്തിവെച്ചിരുന്നു. പുതുപ്പാടി സ്വദേശി അബൂബക്കറാണ് EMS പദ്ധതി പ്രകാരം ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് വീട് നിർമ്മാണം ആരംഭിച്ചത്. തറക്കല്ലിടലിനായി C. മോയിൻകുട്ടി MLAയും സ്ഥലത്തെത്തി. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വയൽ നികത്തുന്നത് തടയാൻ ശ്രമിച്ചതോടെ സംഘർഷം ആരംഭിച്ചു. അത് വയലിൽ ഉണ്ടാക്കേണ്ട മറ്റു സ്ഥലം വാങ്ങുകയാണ് ഞങ്ങൾ സഹകരിക്കാൻ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ട് അതുപോലും അംഗീകരിക്കാൻ ഇവിടുത്തെ സ്ഥലം MLA ലീഗിന്റെ നേതൃത്വങ്ങളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഒരാണ് ഇത്രയും വഷളായ രീതി ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. MLA തന്നെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചതായും അസഭ്യം പറഞ്ഞതായും വാർഡംഗം ശാരദ ആരോപിച്ചു. ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോണം, ഇവിടെ തറക്കല്ലിട്ടാണ് ചിരക്കാതെ പൊടിയെന്ന് പറഞ്ഞ് എൻ്റെ കൂടെയുള്ള സ്ത്രീകളെ ആക്ഷേപിച്ച് എന്നെ ആക്ഷേപിച്ച് അത് പോരാഞ്ഞിട്ട് മറ്റുള്ള ആളുകൾ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ ജാതി വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യും. MLA ഒരു വാക്ക് പറഞ്ഞ് ഇതൊരു നല്ല രീതിയിലേക്ക് തീർക്കുകയാണെങ്കിൽ ഇത്ര വലിയ വിഷയത്തിലേക്ക് ഇത് പോവില്ല. കുടിവെള്ളക്ഷാമം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വയൽ നികത്തൽ കാരണമാവുമെന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ഒത്താശയോടെ മുസ്ലിം ലീഗ് നേതൃത്വത്തിലാണ് വീട് നിർമ്മാണം നടക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പിന്നീട് പോലീസ് സംരക്ഷണയിലാണ് MLA വീടിന്റെ തറക്കല്ലിട്ടത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചങ്ങനാശ്ശേരി സ്വദേശി 13കാരനായ മഹാദേവന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് തെളിവെടുപ്പ് നടത്തി. സ്വർണ്ണമാലയ്ക്ക് വേണ്ടി കൊലപാതകം നടത്തിയ കേസിൽ 19 വർഷത്തിന് ശേഷം അറസ്റ്റിലായ ഹരികുമാറിനുമായാണ് പോലീസ് ഇന്ന് മറിയപ്പള്ളിയിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. മഹാദേവനെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ച കൂട്ടുപ്രതി സലിമോനെയും മുഖ്യപ്രതി തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. സ്വർണമാലയ്ക്ക് വേണ്ടി ചങ്ങനാശ്ശേരി മധുമൂല സ്വദേശി 13കാരനായ മഹാദേവനെ കൊലപ്പെടുത്തിയ കേസിൽ 19 വർഷത്തിന് ശേഷമാണ് പ്രതി ഹരികുമാർ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാകുന്നത്. മഹാദേവനെ കൊലപ്പെടുത്തിയ കേസിൽ മൃതദേഹം ഒളിപ്പിക്കാൻ സഹായിച്ച കൂട്ടുപ്രതി സലിമോനെയും ഹരികുമാർ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയായിരുന്നു.
മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയെ മറിയംപള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടത്തിയ രീതിയെക്കുറിച്ചും മൃതദേഹം കുഴിച്ചിടാനായി കൊണ്ടുവന്നത് സംബന്ധിച്ചും പ്രതി പോലീസിനോട് വിവരിച്ചു. മൃതദേഹം കൊണ്ടുവരാൻ സഹായിച്ച ഓട്ടോ ഡ്രൈവറെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞു. പ്രതിയെ മറിയംപള്ളിയിലെ വിവിധ ഭാഗങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായില്ല. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും വരും ദിവസങ്ങളിൽ തുടരുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരക്കഥാകൃത്ത് ഹാഷിർ മുഹമ്മദ് അറസ്റ്റിലായ വാർത്തയാണ് ഇനി. യുവതിയെ കയറിപ്പിടിച്ച പരാതിയിലാണ് അറസ്റ്റ്. കൊച്ചി മരട് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന സിനിമയുടെ തിരക്കഥാകൃത്താണ് ഹാഷിർ മുഹമ്മദ്. കൊച്ചി തൈക്കൂടത്തെ ഫ്ളാറ്റിൽ വെച്ച് യുവതിയെ കയറിപ്പിടിച്ചെന്ന പരാതിയിലാണ് തിരക്കഥാകൃത്ത് ഹാഷിർ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫ്ളാറ്റ് വരാന്തയിൽ നിൽക്കുകയായിരുന്ന തന്നെ പൂർണ്ണനഗ്നനായി വന്ന് ഹാഷിർ അപമാനിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ പരാതി. ഇയാൾ ലഹരിമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മരട് എസ്ഐ വിപിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത ഇയാൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, മാനഭംഗശ്രമം എന്നീ കുറ്റങ്ങൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി, ആമി എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് ഹാഷിർ മുഹമ്മദ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രശ്മിയെ കൊല്ലാൻ ബിജു രാധാകൃഷ്ണൻ നടത്തിയ ഗൂഢാലോചനയിൽ സരിതയ്ക്കും പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ. സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോകാൻ ബിജു രാധാകൃഷ്ണനെ സഹായിച്ചത് സരിതയെന്നും സാക്ഷി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വനിതാ വിഭാഗം നേതാവ് ജമിനീസയാണ് സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയത്. അതേസമയം രശ്മി വധക്കേസിലെ വിധിക്കെതിരെ ബിജു രാധാകൃഷ്ണൻ അപ്പീൽ കോടതിയെ സമീപിച്ചു. രശ്മി കൊലക്കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ 18ാം സാക്ഷിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വനിതാ വിഭാഗം നേതാവ് കൂടിയായ കൊട്ടാരക്കര സ്വദേശിനി ജമിനിഷ. ബിജു രാധാകൃഷ്ണനും സരിതയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി രശ്മി കൊട്ടാരക്കര പോലീസ് നൽകിയ പരാതിയുടെ പകർപ്പ് ജമിനിഷയാണ് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. രശ്മി കൊട്ടാരക്കര പോലീസിന് പരാതി നൽകി 2 ആഴ്ചയ്ക്കുള്ളിൽ രശ്മി കൊല്ലപ്പെടുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം തന്റെ അടുത്ത് അഭയം തേടിയ ബിജുവിനെ സരിതയാണ് ഒളിവിൽ താമസിപ്പിക്കാനുള്ള സഹായം ചെയ്തതെന്ന് ജമിനിഷ വെളിപ്പെടുത്തി. സരിതയ്ക്ക് വേണ്ടിയാണ് കൊന്നത്. അത് എഴുതിയ പ്രൂഫുണ്ട്, ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അത് പോലീസിൽ കൊടുത്തതുകൊണ്ടാണല്ലോ തെളിവ് കൂടുതലായത്. സരിതയുടെ റോളല്ലയോ, സരിത പിന്നെ ഭാര്യയായിട്ടല്ലയോ വരുന്നത് ഇത്രയും നാള്. അപ്പോൾ റോളില്ലാതെ ഇരിക്കുമോ? സരിതയ്ക്ക് അറിയാമായിരുന്നല്ലേ. സരിത ഒരിക്കൽ സംസാരിച്ചിരുന്നു എന്നോട്. രശ്മിയെ ബിജു കൊലപ്പെടുത്തിയത് സരിതയ്ക്ക് വേണ്ടിയാണെന്ന് വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ തന്നെ കോടതിയെ ധരിപ്പിച്ചിരുന്നുവെന്നും ബിജു രശ്മിയെ കൊല്ലാൻ നടത്തിയ ഗൂഢാലോചനയിൽ സരിതയ്ക്കും പങ്കുണ്ടെന്ന് ജമിനിഷ ആരോപിക്കുന്നു. സരിതയ്ക്ക് ഭാര്യയാവാൻ വേണ്ടി, അവർക്ക് രണ്ടുപേർ കൂടി തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി. രശ്മിക്ക് ഇതെല്ലാം അറിയാം. തിരുവനന്തപുരത്ത് വെച്ച് രശ്മി ഇവരെ പിടിപ്പിച്ചിരുന്നു, പോലീസിൽ പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അടിക്കുകയും ചെയ്തിരുന്നു. രശ്മിയെ ബിജു രാധാകൃഷ്ണൻ കൊലപ്പെടുത്തിയതാണെന്ന് സരിതയ്ക്ക് അറിയാമായിരുന്നുവെന്നും ഇക്കാര്യം പോലീസിനെ അറിയിച്ചില്ലെന്ന് മാത്രമല്ല ഒളിവിൽ പാർക്കാനുള്ള സഹായവും ബിജു രാധാകൃഷ്ണന് സരിത ഒരുക്കി കൊടുത്തതിന് പോലും കേസെടുക്കാതെ സരിതയെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ പോലീസ് നടപടി സർക്കാർ താൽപര്യമനുസരിച്ചായിരിക്കാമെന്ന് ജമിനിഷയുടെ വെളിപ്പെടുത്തലുകൾ നൽകുന്ന സൂചന. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.